ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പെരിമീറ്റർ ചുറ്റളവ് എന്താണെന്നാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഏരിയ അഥവാ വിസ്തീർണം എന്താണെന്ന് നോക്കാം. ഒരു ചതുരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് ചുറ്റം. വിസ്തീർണം മലയാളം മീഡിയം പുതിയ ടെക്സ്റ്റുകളിൽ അത് നവോദയക്കാർക്ക് വിസ്തീർണം എന്ന് തന്നെ വരും. എന്നാൽ ക്ലാസ് ടെക്സ്റ്റിൽ പരപ്പളവ് എന്നാണ് അതിന് മലയാളത്തിൽ പേര് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പരപ്പളവ് എന്ന് നവോദയക്ക് വരില്ല. നവോദയക്ക് പണ്ടത്തെ വാക്കായ വിസ്തീർണം തന്നെയാണ് വരിക. ഈ റെക്റ്റാങ്കിളിൻ്റെ, ഈ ചതുരത്തിൻ്റെ നീളം 20 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററും ആണെങ്കിൽ കഴിഞ്ഞ കണക്കിൽ നമ്മൾ പഠിച്ചിരുന്നു ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 നീളം കൂട്ടണം 2 വീതി, അഥവാ നീളവും വീതിയും കൂട്ടിയതിൻ്റെ ഇരട്ടി. അപ്പോൾ നീളം 10, നീളം 20, വീതി 10 കൂട്ടിയാൽ 30. 60 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ, ഇതിൻ്റെ ചുറ്റളവ്. എന്നാൽ ഇപ്പം നമ്മൾ വിസ്തീർണമാണ് പഠിക്കുന്നത്. വിസ്തീർണം കിട്ടാൻ നീളം ആയ 20ഉം വീതി ആയ 10ഉം തമ്മിൽ ഗുണിക്കണം. അപ്പോൾ 200 എന്ന് കിട്ടും. യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. മലയാളം പറഞ്ഞാൽ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നീളം സെൻറ്റിമീറ്റർ, വീതി സെൻറ്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ വിസ്തീർണം ചതുരശ്ര സെൻറ്റിമീറ്റർ അഥവാ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു ചതുരം, അതിൻ്റെ നീളം 8 മീറ്റർ, വീതി 6 മീറ്റർ. ഇതിൻ്റെ ചുറ്റളവും വിസ്തീർണവും കണ്ടുപിടിക്കണം. ചുറ്റളവ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ചുറ്റളവ് അതായത് പെരിമീറ്റർ. നീളം 6, നീളം 8, വീതി 6. 6ഉം 8ഉം 14. 14ന്റെ ഇരട്ടി 28 മീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ. പെരിമീറ്റർ പറയുമ്പോൾ മീറ്ററിലാണ്. നീളവും വീതിയും മീറ്റർ ആണെങ്കിൽ ചുറ്റളവ് മീറ്റർ ആയിരിക്കും. നീളവും വീതിയും സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വിസ്തീർണം നോക്കാം. 8 × 6 48 മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവും വിസ്തീർണവും കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നീളവും വീതിയും കൂട്ടി ഇരട്ടിയാക്കണം. വിസ്തീർണം ഏരിയ കണ്ടുപിടിക്കാൻ നീളവും വീതിയും തമ്മിൽ ഗുണിക്കണം. നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടം. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 80 മീറ്റർ നീളമുണ്ട്, 40 മീറ്റർ വീതിയുണ്ട്. ഈ പുരയിടത്തിൻ്റെ ചുറ്റളവും വിസ്തീർണവും കണക്കാക്കണം. ആദ്യം നമുക്ക് ചുറ്റളവ് കണക്കാക്കാം. ചുറ്റളവ് നീളവും വീതിയും കൂട്ടി ഇരട്ടിയാക്കണം. 40ഉം 80ഉം കൂട്ടണം, എന്നിട്ട് അതിൻ്റെ ഇരട്ടിയാക്കണം. 40ഉം 80ഉം കൂട്ടിയാൽ 120. 120ന്റെ ഇരട്ടി 240. 240 മീറ്ററാണ് അതിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. ഇനി പുരയിടത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. വിസ്തീർണം അഥവാ ഏരിയ. വിസ്തീർണം സമം നീളം ഇൻറ്റു വീതി. വിസ്തീർണം സമം നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നീളം 80 മീറ്റർ ആണ്, വീതി 40 മീറ്റർ ആണ്. ഗുണിച്ചാൽ 3200 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും, അഥവാ ചതുരശ്ര മീറ്റർ.
അപ്പോൾ ഈ പുരയിടത്തിൻ്റെ ചുറ്റളവ് 240 മീറ്ററാണ്. അതിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ 3200 മീറ്റർ സ്ക്വയർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 2 കാര്യങ്ങളാണ് സ്കൂൾ നവോദയ ക്ലാസ്സിൽ പേരാവൂരിൽ നിന്ന് പഠിപ്പിച്ചത്. വരാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ 2 വീഡിയോ ഞാൻ. വന്ന കുട്ടികൾ ഒന്ന് കേട്ട് പഠിക്കുക, വരാത്ത കുട്ടികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നാളെ പതിവ് പോലെ നമുക്ക് ക്ലാസ് ഉണ്ട് 10 മണി മുതൽ 4 മണി വരെ. എല്ലാ ബുക്കുകളും എടുക്കണം എന്ന് ഓർക്കണം. നിങ്ങളുടെ ഗദ്യഭാഗത്തിൻ്റെ ബുക്ക് അവിടെ തന്നെയാണുള്ളത്. ഇപ്പോൾ കണക്കിൻ്റെ 2 ബുക്കുകളും നിർബന്ധമായും കൊണ്ടുവരാൻ ഓർക്കണം. പേജ് തീർന്നു പോകുന്നവരാണെങ്കിൽ പുതിയ ബുക്ക് വാങ്ങാനുള്ള പൈസയും മേടിച്ചിട്ട് വരണം. പേജ് തീർന്നു എന്ന് പറയരുത്. ഓക്കെ. ഹോംവർക്ക് 2 ഹോംവർക്കുകൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസത്തെ ഹോംവർക്ക്. അപ്പോൾ നാളെ കൊണ്ടുവരണം. ആ 2 ഹോംവർക്കും കൃത്യമായി ചെയ്ത് രക്ഷിതാവിൻ്റെ ഒപ്പൊക്കെ മേടിച്ച് നാളെ എല്ലാവരും വരണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് തീരുക.